ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മുട്ട ചപ്പാത്തി സാൻഡ്വിച്ചാണ്. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മുട്ടയും വെജിറ്റബിളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഫില്ലിങ്ങാണ് നമ്മളിവിടെ സാൻഡ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റി സാൻഡ്വിച്ചാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും നൈസായിട്ട് കട്ട് ചെയ്തതുമാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് സവാളയും ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കമാണ്. അതൊക്കെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി സവാളയാണ് ആദ്യം ചേർക്കേണ്ടത്. സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്തൊന്ന് നിറം മാറി വരുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യുക. ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 പിഞ്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടുതൽ ചേർത്താൽ അതിൻ്റെ കുത്തലുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. മസാലപ്പൊടിയെല്ലാം കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിക്കൊടുക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1/2 കപ്പോളം ഉണ്ട്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റാണ് ചേർത്തത്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ക്യാപ്സിക്കം ചേർത്തത്. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുകയാണെങ്കിൽ കുറച്ച് നേരം അത് വേവിച്ചിട്ട് വേണം ക്യാപ്സിക്കം ചേർക്കാൻ. ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതിയാകും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് കുത്തി പൊടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പുഴുങ്ങിയ മുട്ടയാണ് ചേർക്കേണ്ടത്. പുഴുങ്ങിയ മുട്ട നമുക്ക് ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇപ്പം ഞാൻ ആ മുട്ടയൊക്കെ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കുത്തിപ്പൊടിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയായി അരിഞ്ഞ 1/2 കപ്പ് മല്ലിയിലയാണ്. അത് ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലേക്ക് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തിയാണ് വേണ്ടത്. ഇത് ഞാനിപ്പോൾ 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ചപ്പാത്തിയാണ് കേട്ടോ. തലേന്നത്തെ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചപ്പാത്തി ഒരു പലകയിലേക്ക് വെച്ചിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കാം. ചപ്പാത്തിയുടെ നടുവിൽ നിന്ന് ഒരു സൈഡിലേക്കാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ചപ്പാത്തി മടക്കാൻ വേണ്ടിയാണ് ഈ പകുതി ഭാഗത്ത് മാത്രം ഫില്ലിങ് വയ്ക്കുന്നത്. മുഴുവനായിട്ടും വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊരു ചപ്പാത്തി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസും ഉപയോഗിക്കാം. ചീസിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം കേട്ടോ. ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയതാണ് ചീസിൽ. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഫില്ലിങ് നിരത്തി വെച്ച് കൊടുക്കാം. ഓരോരുത്തർക്കും ആവശ്യമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി ചീസ് നിരത്തി വെച്ച് കൊടുക്കാം. ചപ്പാത്തി മുട്ടിയിരിക്കുന്ന ഭാഗത്തൊക്കെ ചീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വിട്ടു പോകാതെ ഇരിക്കും.
ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ ചീസ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി സ്റ്റഫ് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ ചീസും ഫില്ലിങ്ങും വെച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുക്കാം. ഞാനതെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ചപ്പാത്തിയും സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശത്തവ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ചപ്പാത്തിയാണ്, അതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 2 പുറവും നല്ലതുപോലെ മുരിച്ചെടുത്താൽ മാത്രം മതി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, എന്നാലാണ് ഈ സാൻഡ്വിച്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബട്ടർ നമുക്ക് തേച്ച് കൊടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ തേക്കുന്നത്. ഇതിൻ്റെ ഗ്യാപ്പിലേക്കും നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ മൊരിയാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്താലും മതി കേട്ടോ. ബട്ടർ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് ഓരോന്നൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡും ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ പാനിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത് സ്റ്റഫ് ചെയ്ത ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാൻഡ്വിച്ചാണിത്. ചപ്പാത്തിയും കറിയും എപ്പോഴും കഴിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ചേഞ്ചായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ക്രിസ്പിയുമാണ്. ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.